ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല. ഇതാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. ഇത് കണ്ടാൽ ഓറഞ്ച് പോലെ ഇരിക്കും. ഇതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ ഓറഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഓറഞ്ചല്ല. ഇത് നല്ലൊരു ഫ്രൂട്ടാണ് ജ്യൂസ് എടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ കമ്പിളിമാസിൻ്റെയൊക്കെ ആ ഒരു ഫാമിലിയിൽ പെടും. അതിനകത്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സിട്രസ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗ്രേപ്പ് ഫ്രൂട്ട്. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ ഇങ്ങനെയാണ് മുറിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നല്ല റെഡ് കളറിലാണ് സാധാരണ കിട്ടുന്നത്. ഇന്ന് കിട്ടിയത് അതിന് നല്ല റെഡ് കളറില്ല. അപ്പോൾ ഗ്രേപ്പ് ഫ്രൂട്ട് ഇതിൻ്റെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഡയബറ്റിക് ഉള്ളവർക്കും അത് പ്രഷറുള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കയർപ്പും മധുരവും ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 എണ്ണം ഒരു നാരങ്ങയും കൂടെ ചേർത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് എല്ലാം അകത്തെ എല്ലാം എടുത്തു പൊളിച്ചെടുത്തേ. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ചെത്തി പൊളിച്ച് എല്ലാം എടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയിലോ ജ്യൂസറിലോ ഇട്ടടിക്കുക. അതിൻ്റെ കൂടെ ഞാൻ 1 2 നമുക്ക് വേണമെങ്കിൽ നാരങ്ങയും കൂടെ ചേർക്കാം, ലെമണും കൂടെ ചേർത്ത് അടിച്ച് എടുക്കാം. അപ്പം നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്ത് അതിനകത്തെ ഫ്ലഷ് എടുത്ത് കട്ട് ചെയ്തെല്ലാം എടുത്തു. പിന്നെ ഇനിയിപ്പം നമുക്ക് അപ്പോൾ അതിനെടുത്ത് മിക്സിയിൽ അടിച്ചപ്പോൾ ഒരു ചെറിയ കളറില്ലായിരുന്നു. അപ്പോൾ കളറിന് വേണ്ടി നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു കളറ് ചേർത്തതെന്ന് പറയുന്നത് ചെറിയൊരു പീസ് ബീറ്റ്റൂട്ട്. അപ്പോൾ അതങ്ങനെ ചേർത്തപ്പോൾ നല്ല കളറ് വന്നു. അപ്പോൾ നമുക്ക് കുടിക്കാനും നല്ല ഇഷ്ടം തോന്നും. പിന്നെ ഒരു നാരങ്ങ ചേർത്തു. പിന്നെ ഇങ്ങനെയുള്ള ഇച്ചിരി വലിയ ഹോളുള്ള ഇതിലാണ് ഞാൻ അരിച്ച് എടുത്തത്. ഇങ്ങനെയുള്ള ഇതിൽ വേണം എടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറും അരിപ്പയിൽ അരിക്കുമ്പോൾ എല്ലാ ഫൈബറെല്ലാം പോവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അരിപ്പയിൽ അരിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന മാത്രം. ഇത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ലോ കാലറി ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ഈ ഗ്രേപ്പ് ഫ്രൂട്ട് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫൈബർ, വൈറ്റമിൻ സി ആൻഡ് പൊട്ടാസ്യം. പിന്നെ അടുത്ത വേറൊരു ഈ ഫ്രൂട്ടിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് ഫ്രൂട്ട് ക്യാൻ ഹെൽപ്പ് ടു റെഗുലേറ്റ് ദി ബ്ലഡ് ഷുഗർ ലെവൽസ്. അതുകൊണ്ട് നല്ലൊരു ഗുഡ് ചോയ്സാണ്. ഡയബറ്റിക്കുകാർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇതിൻ്റെ ജ്യൂസ് ഇടയ്ക്ക് കുടിക്കുന്നത്. ഇതിൻ്റെ ഈ ജ്യൂസിനകത്ത് വരുന്നത് ചെറിയ ഷുഗറും ചെറിയ ഒരു കയർപ്പും കൂടിയുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പം ഷുഗറുകാർ സോൾട്ടോ വല്ലതും ഇട്ട് കുടിക്കുക, മറ്റുള്ളവർക്ക് ഷുഗർ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഗ്രേപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഹൈ കാലറി ഷുഗറൊക്കെ ഉണ്ട്, അതായത് ഫ്രക്ടോസൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കരുത്. ഇപ്പോൾ ഹൈ കാലറി ആയിട്ട് അത് വരും. അപ്പോൾ ഡയബറ്റിക്കാർക്കാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ധാരാളം ഫൈബർ മിനറൽസൊക്കെ ഉണ്ട്. പിന്നെ വേറെയും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉണ്ട്. ബ്രെയിൻ ഫങ്ഷന്, ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ, സ്കിന്ന് നിറം വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ 2 ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസിനും പ്രഷർ കുറയ്ക്കാനും വളരെ നല്ലതാണിത്. ഇതിനകത്ത് പൊട്ടാസ്യം ധാരാളം ഉള്ളൊരു ഫ്രൂട്ട് തന്നെയാണിത്. ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പം പ്രഷറിൻ്റെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നല്ല കൺട്രോളിലാവാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഈ ഫ്രൂട്ടിനെ കുറിച്ച് അറിയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയാൻ കാര്യം തന്നെ ഇങ്ങനെ ഒരു ട്രീയിൽ ഗ്രേപ്സ് പിടിച്ച് കിടക്കുന്ന പോലെ ബഞ്ചസായിട്ട് ഇത് കിടക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്, ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കെല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് ജ്യൂസാണ്. അപ്പം ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഇടണം. ഓക്കെ, ബൈ.